ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് C++ പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കാനായി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ജീനി C++ ഓൾ ഇൻ വൺ കമ്പൈലറെയാണ് ഇവിടെ പരിചയപ്പെടുത്തുക. ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനായി hsslive.in എന്ന ബ്ലോഗിൽ പ്രവേശിച്ച് സെർച്ച് എന്ന സ്ഥലത്ത് ജീനി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ലഭ്യമായ സെർച്ച് റിസൾട്ടിൽ നിന്ന് ജീനി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും. ഏകദേശം 70 MB വരുന്ന ഈ ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായി കാണാം. ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ലഭിച്ച സെറ്റപ്പ് ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ഐ എഗ്രി കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ഫോൾഡർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്ഥലം ആവശ്യപ്പെടുന്നിടത്ത് ഡീഫോൾട്ടായി വരുന്ന പ്രോഗ്രാം ഫയൽസ് എന്ന ഫോൾഡർ മാറ്റിക്കൊടുക്കാൻ ശ്രമിക്കുക. അതിനായി ബ്രൗസ് ഓപ്ഷൻ എടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഡ്രൈവ് സെലക്ട് ചെയ്യുകയും ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്ത് ഡീഫോൾട്ടായി വരുന്ന പ്രോഗ്രാം ഫയൽസ് എന്ന ഫോൾഡർ മാറ്റിക്കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ഓപ്ഷൻ നൽകുക. ഫിനിഷ് നൽകി ഇൻസ്റ്റലേഷൻ അവസാനിപ്പിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് ജീനി സോഫ്റ്റ്വെയർ തുറന്നു വരുന്നത് കാണാം. അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ തന്നെ ജീനി സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഷോർട്ട് കട്ടും ദൃശ്യമാകും. ഇവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഒരു മെസ്സേജ് സ്ക്രീനിലേക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. പ്രോഗ്രാം തയ്യാറാക്കിയതിനു ശേഷം സേവ് ചെയ്യേണ്ടതാണ്. സേവ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ഫയൽ നെയിം നൽകുക. എക്സ്റ്റൻഷനായി CPP കൃത്യമായും നൽകേണ്ടതാണ്. ഫയൽ നെയിമിനോടൊപ്പം .cpp എന്ന ഭാഗം ഉണ്ടായിരിക്കേണ്ടതാണ്. സേവ് ചെയ്യുന്ന ഫോൾഡർ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത അതേ ഫോൾഡർ തന്നെയായിരിക്കും വരിക. പ്രോഗ്രാം ഇപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത പടി കമ്പൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കമ്പൈലേഷൻ ഫിനിഷ്ഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ബിൽഡ് നൽകുക. വീണ്ടും നിങ്ങൾക്ക് പ്രോഗ്രാമിൽ തെറ്റുകളില്ല എന്നുള്ള സന്ദേശം ലഭിക്കും. എക്സിക്യൂട്ട് നൽകുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഔട്ട്പുട്ട് സ്ക്രീനാണ്. hsslive.in എ ബ്ലോഗ് ഫോർ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ്. പ്രസ് എനി കീ ടു കണ്ടിന്യൂ. ഇത്തരത്തിൽ ഈ പ്രോഗ്രാം നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്.
ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ മാറ്റി ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.